Hello all, welcome to Dipsme World. As a part of sustainability trend, എൻ്റെ വർക്ക് പ്ലേസിൽ ഒരു സസ്റ്റൈനബിലിറ്റി കുക്കിംഗ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിരുന്നു. ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് സസ്റ്റൈനബിലിറ്റി കുക്കിംഗ്. പിന്നെ ഇത് എൻ്റെ ഷെഫിൻ്റെ പെന്നാണ്, ക്യാരറ്റ് ഷേപ്പിൽ. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നിയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഡിസേർട്ട് റെസിപ്പിയാണുള്ളത്. ഇൽ ലിമോനെ എന്നാണ് ഡിസേർട്ടിൻ്റെ പേര്. ഫേമസ് ഡിസേർട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റത്. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഷെഫ് തന്നിട്ടുണ്ട്, പ്ലസ് ഒരു ആപ്രൺസും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കിറ്റ് തുറന്നിട്ട് ആപ്രൺസൊക്കെ കണ്ടിട്ട് ആപ്രൺസൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഞങ്ങൾ 20 കൊലീഗ്സ് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്, 20 ഉണ്ടായിരുന്നു, അറൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ കൊലീഗാണിത്, ഡെനെൽസ. അവൾ മഹാരാഷ്ട്രയിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. പിന്നെയും കുറേ കൊലീഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ആപ്രണൊക്കെ ഇട്ട് സെറ്റായി. പിന്നെ നമ്മുടെ ഓരോ ഇൻഗ്രീഡിയൻസ് ഷെഫ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. അപ്പം സസ്റ്റൈനബിലിറ്റി എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ലെമണിൻ്റെ എല്ലാതും ഉള്ളത്തെ ഇൻഗ്രീഡിയൻസും എല്ലാതും നമ്മളൊന്നും വേസ്റ്റ് ആക്കണില്ല. ഈവൻ നമ്മുടെ ലെമണിൻ്റെ ആ ഒരു ഷെല്ല് പറയില്ലേ, കവറ്, അതുവരെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസാണ് ഇത്. അപ്പം അതിൻ്റെയൊക്കെ റെസിപ്പീസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ള കളറ് കാണുന്നത് ഇത് ലെമണിൻ്റെ തോല്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പൊക്കെ എടുത്തിട്ടാണ് ഓരോ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു ട്യൂബിൽ വെള്ള കളറിലെ ട്യൂബിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെമൺ ക്രീമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലെമൺ ബേസിൽ ജെല്ലിയാണ്, മറ്റേ പച്ച കളറുള്ളത്. പിന്നെ ഈ പൊടി മാതിരി ഉള്ളത് ലെമൺ ക്രംബിൾസാണ്. അതൊക്കെയാണ് ഉള്ളത്. ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഷെഫ്. പിന്നെ ഷെഫ് അവിടെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. അപ്പം ഓരോന്നിൻ്റെ റെസിപ്പി ഞാൻ ഈ സൈഡിൽ അതിൻ്റെ ഫോട്ടോസ് ഞാനിങ്ങനെ ഇട്ട് വയ്ക്കാം കേട്ടോ. ലെമൺ ക്രീം വെള്ള, ലെമൺ ബേസിൽ ലീഫ് എന്താ പറയുക, ലെമൺ ബേസിൽ ജെല്ലി, പിന്നെ ലെമൺ ക്രംബിൾസും, പിന്നെ ഒരു ലെമൺ സോർബെ. ആദ്യം ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ലെമൺ സോർബെ ഫില്ല് ചെയ്ത് തരണം. അത് സോർബെ ഒരു മെഷീനിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, ഐസ്ക്രീം മാതിരി ഉണ്ടല്ലോ അത്. അപ്പം അതായത് ലെമൺ സോർബയിൽ മിൽക്ക് ചേർക്കില്ല, അപ്പോൾ അങ്ങനത്തെ ഒരു ഐസ് മാതിരി. അപ്പോൾ ആദ്യം അത് ലെമൺ സോർബെ ഇടും, പിന്നെ അതിൻ്റെ മുകളിൽ ഈ വെള്ള കളറിലെ ലെമൺ ക്രീം ഇടും, പിന്നെ അത് കഴിഞ്ഞിട്ട് ബേസിൽ അതിൻ്റെ മുകളിൽ ഈ ഒരു പൊടി ഇടണം. എന്നിട്ട് ഈ പൊടി ലെമൺ ക്രംബിൾസ്, എന്നിട്ട് ഒരു ക്രീം ഇടണം. അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ഈ ഒരു ലെമണിനെ പറയുന്നത് അമൽഫി ലെമൺ എന്നാണ് കേട്ടോ. ഞാനും ഇങ്ങനെ ഷെഫ് ഇങ്ങനെ അമൽഫീൻ്റെ ഉള്ളിലിട് ഞാൻ എന്താണ് ഈ അമൽഫി, ലെമൺ പീസാണല്ലോ ഇവിടെ കാണുന്നത്, എന്താണ് ഈ അമൽഫി എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇത് ലെമൺ അമൽഫി, അതായത് ലെമണിനെ ഒരു 1/3 കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഫുള്ള് സെഗ്മെൻറ്റ്സും സ്പൂൺ വെച്ച് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യുക പ്രോപ്പറായിട്ട്. അതിനെയാണ് അമൽഫി, ലെമൺ അമൽഫി എന്ന് പറയുന്നത് കേട്ടോ. സോർബെ വെച്ച് ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഹോള് ഉണ്ടാക്കണം സെൻറ്ററിൽ. അതിലാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഫില്ല് ചെയ്യേണ്ടത്. ആ ഒരു ഹോളിലാണ് ബാക്കിയുള്ളതൊക്കെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൽ ലെമൺ ക്രീമാണ് ഫില്ല് ചെയ്യുന്നത്. ലെമൺ ക്രീം ഫില്ല് ചെയ്ത് ഒരു സെറ്റാവുമ്പം അതിൻ്റെ ശേഷം നമുക്ക് ഈ ലെമൺ ബേസിലില്ലേ, ബേസിൽ ജെല്ലി പച്ച കളറിൽ, അപ്പോൾ ആ ലെമൺ ബേസിൽ ജെല്ലി എടുത്തിട്ട് അത് ഫില്ല് ചെയ്യണം. നെക്സ്റ്റ് ലെമൺ ക്രംബിൾസ്. അപ്പോൾ ലെമൺ ക്രംബിൾ എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. അത് എനിക്ക് ഈ 2 പുളി എന്നുള്ളത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. പക്ഷേ
അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ക്രീമും പിന്നെ ജെല്ലിയൊക്കെ ഞാൻ കുറച്ചിട്ടിട്ട് ഈ ക്രംബിൾസ് കുറേ അങ്ങോട്ട് വാരി പൊത്തി നിറച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രീമാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഷെഫ് ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു ക്രീം എങ്ങനെ ഒരു ക്രീം വിപ്പറിന് എടുക്കണം എന്നുള്ളത്. ഫസ്റ്റ് ടൈം ക്രീം വിപ്പർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതങ്ങോട്ട് പ്രോപ്പറായിട്ടൊരു ഷേപ്പിൽ വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഷെഫ് പറഞ്ഞു അത് നെക്സ്റ്റ് ടൈം അത് യൂസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഡോം ഷേപ്പ് കൊടുക്കണം. അതൊരു സ്മോൾ സ്പെച്ചുല വെച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ അത് ജസ്റ്റ് ക്രീം വിപ്പർ എങ്ങനെയെങ്കിലും യൂസ് ചെയ്ത് അത് ഇതാക്കിയാൽ മതി, കുഴപ്പമില്ല. പിന്നെ അടുത്തത് ഇതേമാതിരി സ്പെച്ചുല വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഡോം ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതാണ് നെക്സ്റ്റ് പണി. അപ്പോൾ ഞാനിങ്ങനെ ഡോം ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഇതിവിടെ. നെക്സ്റ്റ് ഫൈനൽ ടച്ച്, അതായത് ഫ്രഷ് ലെമൺ സിസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്തിടണം. അതാണ് ഫൈനൽ. അപ്പം ഞാനിപ്പം ലെമൺ സിസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ എനിക്ക് ഈ പുളി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് ഓവറാക്കി ചളാക്കണില്ല. പിന്നെ ഈ ഒരു ലെമൺ ക്രംബിൾസിൻ്റെ ആവശ്യമില്ല ശരിക്കും, പക്ഷേ എനിക്കിഷ്ടമുണ്ടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ മുകളിലിട്ടു. അത് കഴിഞ്ഞിട്ട് ഷെഫ് വന്നിട്ട് പറഞ്ഞു, അയ്യോ എന്തിനാണ് ലെമൺ ക്രംബിൾസ് ഇട്ടത്, അതല്ല വെറും സെസ്റ്റ് ഇട്ടാൽ മതി. പിന്നെ വേറൊരു മിൽക്ക് സ്റ്റോൺ ഉണ്ട്, അത് ഗ്രേറ്റ് ചെയ്ത് വിടണം. ഞാൻ പറഞ്ഞു നോ ഷെഫ്, എനിക്ക് ലെമൺ സെസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് ജസ്റ്റ് ഞാൻ അതെടുക്കുക എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഫ്രഷ് പ്ലേറ്റ് തന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചു, ഫിനിഷ് ചെയ്തു. ഞങ്ങൾ ഭയങ്കര ഹാപ്പി. ഇനി ഞങ്ങളുടെ ടേസ്റ്റിംഗ് ടൈം, അതുകൊണ്ട് ഞങ്ങൾ രണ്ട് പേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നു. അപ്പം ഔട്ട്ലെറ്റ് മാനേജർ വന്നിട്ട് ഓരോന്നിൻ്റെ എല്ലാവരുടെയും ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ പറയുകയാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും എന്താ റെഡി ചെയ്യും, എല്ലാവരുടെയും കമൻസ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മുടെ ടേസ്റ്റിംഗ് ടൈമാണ്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഈ മോർണിംഗ്. ഓക്കെ, നെക്സ്റ്റ് ടേസ്റ്റ് ചെയ്യണം. ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോസ് ആയിരുന്നു, ഫോട്ടോസ് പിന്നെ ഞാൻ എടുത്തു. ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും പറഞ്ഞു ഫോട്ടോസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഓക്കെ, ആർത്തി വേണ്ട, വെയിറ്റ് ടേസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞു. യമ്മിയാണ്, പക്ഷേ എനിക്ക് പുളി ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് അത്രയ്ക്കൊരു യമ്മിയൊന്നുമില്ല. ബാക്കിയെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫുൾ ആർത്തി പണ്ടാരങ്ങൾ ആദ്യം കഴിച്ചു കേട്ടോ. അപ്പോഴാണ് ഷെഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു മിൽക്ക് സ്റ്റോൺ ഉണ്ട്, അതും കൂടി അതിൻ്റെ മുകളിൽ ഗ്രൈറ്റ് ചെയ്തിടണമെന്ന്. അപ്പം ഞങ്ങൾ പറയാം അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അല്ലേ ഉണ്ട്. ഇതാണ് ആ മിൽക്ക് സ്റ്റോൺ. അത് ഇതിൻ്റെ മുകളിൽ, അതായത് ലെമൺ സെസ്റ്റ് കഴിഞ്ഞിട്ട് ഈ മിൽക്ക് സ്റ്റോണും ഇതിൻ്റെ മുകളിൽ ഗ്രൈറ്റ് ചെയ്തിടണം. അപ്പം പിന്നെ ഷെഫ് എന്നെ വന്നിട്ട് ഗ്രൈറ്റ് ചെയ്ത് തന്നു. ഷെഫല്ല, ഔട്ട്ലെറ്റ് മാനേജർ വന്നിട്ട് ഗ്രേറ്റ് ചെയ്ത് തന്നു. അപ്പം ഞാൻ കഴിച്ച ഭാഗം ആ സൈഡിലേക്ക് വെച്ചിട്ട് ഞാനൊരു വീഡിയോ, ഓക്കെ എന്നാൽ ശരി, ഒരു വീഡിയോ സ്റ്റോൺ വെച്ചിട്ട് കൊടുക്കുക പറഞ്ഞിട്ട് ജസ്റ്റ് കഴിച്ച ഭാഗം ആ സൈഡിലേക്ക് മറച്ച് വെച്ചിട്ട് ഞാനൊരു സ്റ്റോൺ ഇട്ടിട്ട് ഗ്രൈറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടു. It's good. It's very sweet. Sweet, yeah, morning. But very good.
जी कैसे हैं? ठीक बा। और मॉर्निंग 9 o'clock स्कूल खाने में कैसे लग रहा है आपको? वो कुछ का वीडियो में बिजी है, 1 सेकंड बोला है तो बिजी है, तो मैं खुद ही आई विल टेल माई सेल्फ मम्मी को भेजना है। One recipe in each box, like that. So you have to buy for one. For the pizza, we'll do the nice one. For the second one. The mustard bread is amazing, Chef Alex. Thank you, Chef Alex. Thank you so much. It was nice. Perfect for the outdoor because of the dining taste, table taste, and it is frozen, so it's very good for a outdoor dessert. And so for the dessert, because it is like not like sweet, it's like a diet, diet. It's very soothing. That's what I felt. പക്ഷെ മോർണിംഗ് അത് ഭയങ്കര അതിപ്പം നമ്മൾ Too sweet. Too sweet? C'est très bon, mais c'est très sucré. Ah bon? Ok. Peut-être c'est le matin. അത് കഴിഞ്ഞിട്ട് ഷെഫ് ആ ബാഗിൽ കുറേ ഗിഫ്റ്റും തന്നുട്ടോ, മാക്രോൺസും പിന്നെ ഒരു കേക്ക് മാതിരി ഒരു ഇതും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര ഒരു നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ സസ്റ്റൈനബിലിറ്റി കുക്കിംഗ്. സോ മാക്രോൺസ്, അതും ലെമൺ മാക്രോൺസ് ആട്ടോ, ലെമൺ ഫ്ലേവേർഡാണത്, മാക്രോൺസ് ഒക്കെ ഉണ്ടായിരുന്നു.